ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സ് ഓഫ് PHP എന്നുള്ള ഭാഗമാണ്. നമ്മൾ മറ്റുള്ള ലാംഗ്വേജുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സിയിൽ, അതുപോലെ തന്നെ C++, ജാവയിൽ, എല്ലാ ലാംഗ്വേജുകൾ പഠിക്കുന്ന സമയത്തും പഠിക്കുന്ന ഒന്നാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. ഓക്കെ, സോ നമുക്ക് എന്താണെന്നുള്ളത് PHPയിലുള്ള ഓപ്പറേറ്റേഴ്സ് ഏതാണെന്നുള്ളത് നോക്കാം. ഏകദേശം എല്ലാം സെയിം ആണ്. Operators are used to perform operations on variables and values. എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതിലാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? വേരിയബിൾസിലോ അല്ലെങ്കിൽ വാല്യൂസിലോ ഒക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഓപ്പറേറ്റേഴ്സ്, അല്ലേ? ഓക്കെ, ആ ഓപ്പറേറ്റേഴ്സിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ടാവും? ഓപ്പറാൻഡ്സ് ഉണ്ടാവും. ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ രണ്ട് സൈഡിലും ഓപ്പറാൻഡ്സ് ഉണ്ടാവും. യൂണറി ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ഒരു സൈഡിൽ എന്തുണ്ടാവും? ഓപ്പറാൻഡ് ഉണ്ടാവും. ഓക്കെ, സോ ഓപ്പറാൻഡും ഓപ്പറേറ്ററും ഒരു ഓപ്പറേഷനിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ നമുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കമ്പാരിസൺ ഓപ്പറേറ്റർ ഉണ്ട്, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. സോ ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. It is used with the numeric values to perform common arithmetic operations. നമുക്കറിയാവുന്നതാണ് കോമൺ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അല്ലെ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, എക്സ്പോണൻഷ്യൽ, ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. കോമൺ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് അഡീഷൻ ആണ്. ദാറ്റ് മീൻസ് പ്ലസ് മൈനസ്. പ്ലസ് ആണ് ആദ്യം വരുന്നത്. അഡീഷൻ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും എന്തുണ്ടാവും? പ്ലസിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ടാവും? ഓരോ $x and $y പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്പറാൻഡ്സ് ഉണ്ട്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അഡീഷൻ. അറിയുന്നല്ലേ? നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സോ മൈനസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ ആണ്. $x മൈനസ് $y എന്ന രീതിയിലാണ് വരുന്നത്. എക്സാമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാറിലാണ് $x ഇൻറ്റു $y. ദെൻ ഡിവിഷൻ $x ഡിവൈഡഡ് ബൈ $y എന്നുള്ള രീതിയിൽ. ദെൻ നിങ്ങൾക്ക് മോഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു സൈനാണ് മോഡുലസ് എന്ന് പറഞ്ഞാൽ $x മോഡുലസ് $y എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ദാറ്റ് മീൻസ് റിമൈൻഡേഴ്സ് ആയിരിക്കും. എന്താണോ റിമൈൻഡർ ആയിട്ടുള്ളത് അത് റിട്ടേൺ ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത്? മോഡുലസ് ഓപ്പറേഷൻ. സോ ആ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഡബിൾ സ്റ്റാർ മുകളിൽ വരുന്ന രീതിയിൽ, അതാണ് എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ. എക്സ്പോണൻഷ്യൽ നമുക്ക് ഇപ്പം x² എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പാണ്. $x എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് x² പോലുള്ള എക്സ്പോണൻഷ്യൽ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അടുത്തതായിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് എന്ത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുക. നമുക്കറിയാം കുറേ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ? വേരിയബിൾസിലോട്ടൊക്കെ വാല്യൂ അസൈൻ ചെയ്യേണ്ട കേസൊക്കെ വരും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഈ ഓപ്പറേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യും. x = y, x plus = y, x minus = y, x into y, x divided by y, x modulus = y എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കും. അഥവാ x into y എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വൈയുടെ വാല്യൂ എന്ത് ചെയ്യും? അസൈൻ ചെയ്യും. എങ്ങോട്ട്? എക്സിലോട്ട് അസൈൻ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. x plus = y എന്താണ്? അതിൻ്റെ മീനിങ് എന്താണ്? x = x plus y. x plus y കണ്ടുപിടിക്കും. അതെന്ത് ചെയ്യും? എക്സിലോട്ട് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് x plus = y എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ x minus = y എന്ന് പറഞ്ഞാൽ x = x minus y എന്നുള്ളതാണ്. x into y എന്ന് പറഞ്ഞാൽ x = x into y എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നും അതേപോലെ തന്നെയാണ് വരുന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റർ. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിലും എന്താണ്? എന്ത് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ആ രണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചിലപ്പോൾ നമ്പർ ആവാം, അല്ലെങ്കിൽ സ്ട്രിങ്സ് ആവാം, അങ്ങനത്തെ എന്തും ആവാം. അങ്ങനത്തെ ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സോ സ്ട്രിങ്സോ ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. മെയിനായിട്ടും കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. $= $, ദാറ്റ് മീൻസ് ഐഡൻറ്റിക്കൽ. ആദ്യം നമുക്ക് ഈക്വൽ ടു നോക്കാം. $= എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ $x വാല്യൂ $y വാല്യൂ ഈക്വൽ ആണോ എന്നുള്ളതാണ് ഇവിടെ $= കൊണ്ട് ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ കമ്പാരിസൺ ഓപ്പറേറ്റർ കൊണ്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി $= വരുന്ന കേസ്, ദാറ്റ് മീൻസ് ഐഡൻറ്റിക്കൽ. $x ഐഡൻറ്റിക്കൽ $y എന്നുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? $x ലും $y ലുള്ള വാല്യൂസ് മാത്രമാണ് ഈക്വൽ ആണോ നോക്കുന്നത്, അല്ലേ?
ഈക്വൽ ഓപ്പറേറ്ററിൽ. പക്ഷേ ഐഡൻറ്റിക്കൽ ഓപ്പറേറ്ററിൽ ഇവിടെ നോക്കുന്നത് വാല്യൂസും $x-ലുള്ള വാല്യൂം $y-ലുള്ള വാല്യൂം ഈക്വൽ ആണെന്ന് നോക്കും. അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പും ഈക്വൽ ആണോ എന്നുള്ളത് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതാണ് ഡബിൾ ഈക്വലും ട്രിപ്പിൾ ഈക്വലും തമ്മിലുള്ള അഥവാ ഈക്വലും ഐഡൻറ്റിക്കലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ടൈപ്പും കൂടി എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ദെൻ ദിസ് ഇസ് നോട്ട് ഈക്വൽ. നോട്ട് ഈക്വൽ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ആശ്ചര്യത്തിന് ഇട്ടിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലും നോട്ട് ഈക്വൽ ടു ചെയ്യും. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂക്ക് ഈക്വൽ അല്ലല്ലോ എന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇതും തന്നെയാണ്, നോട്ട് ഈക്വൽ എന്നുള്ള മീനിങ് ആണ്. ദെൻ ഇവിടെ ഐഡൻറ്റിക്കലിനെ പോലെ തന്നെ അതിൻ്റെ നോട്ട് ഐഡൻറ്റിക്കൽ, ദാറ്റ് മീൻസ് എന്ത് ചെയ്യും, വാല്യൂ എന്തല്ല ചെക്ക് ചെയ്യുന്നത് എന്താണ്, വാല്യൂ അതേപോലെ തന്നെ ടൈപ്പും ഈക്വൽ അല്ലല്ലോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെക്ക് ചെയ്യുന്നത് നോട്ട് ഐഡൻറ്റിക്കൽ. ദെൻ ഗ്രേറ്റർ ദാൻ നമുക്കറിയുന്നതാണ്, $x ഗ്രേറ്റർ ദാൻ $y, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ദെൻ പിന്നെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വേരിയബിൾസിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും, യൂസ് ടു ഡിക്രിമെൻറ്റ് വേരിയബിൾ വാല്യൂ, വേരിയബിളിൻ്റെ വാല്യൂസ് ഡിക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് രണ്ട് കാറ്റഗറീസ് ആയിട്ട് വരുന്നുണ്ട്. അഥവാ ഇൻക്രിമെൻറ്റിൽ പ്രീ ഇൻക്രിമെൻറ്റും ഉണ്ടാവും, പോസ്റ്റ് ഇൻക്രിമെൻറ്റും ഉണ്ടാവും. ഡിക്രിമെൻറ്റിൽ പ്രീ ഡിക്രിമെൻറ്റ് ഉണ്ടാവും, പോസ്റ്റ് ഡിക്രിമെൻറ്റ് ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എനിവേ ഞാനൊന്ന് പറയാം. ഇപ്പം പ്രീ ഇൻക്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ $x എന്നുള്ള രീതിയിലാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഒന്നുകിൽ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് എന്താണ്, ഇപ്പോൾ നമ്മളൊരു എക്കോൻ്റെ ഉള്ളിലാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ അവിടെ $x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ടാണ് അത് പ്രിൻറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ ഒരു ഇപ്പം A = $x പറഞ്ഞാൽ അത് ആക്കിയെന്ന് വിചാരിച്ചോളൂ. അപ്പം $A = ആക്കി കഴിഞ്ഞാൽ $xൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടാണ് എയിലോട്ട് അസൈൻ ചെയ്യുക. അതാണ് പ്രീ ഇൻക്രിമെൻറ്റ് പ്രത്യേകത. പക്ഷേ $x++ ആണെങ്കിൽ അതോ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം $A = $x++ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, $xൻ്റെ വാല്യൂ $A അസൈൻ ചെയ്യും, എന്നിട്ടാണ് $xൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ നമ്മൾ $A പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കാണുള്ളൂ, $xൻ്റെ പഴയ വാല്യൂ കാണുള്ളൂ, ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ കാണില്ല. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീ ഇൻക്രിമെൻറ്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. സോ അതേപോലെ തന്നെയാണ് പ്രീ ഡിക്രിമെൻറ്റും. ആദ്യം എന്ത് ചെയ്യും, ഇവിടെ പ്രീ ഡിക്രിമെൻ്റ് ആവുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും, $xൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ടാണ് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഒക്കെ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിക്രിമെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീ ഇൻക്രിമെൻറ്റ് ആൻഡ് പ്രീ ഡിക്രിമെൻറ്റ്, പോസ്റ്റ് ഡിക്രിമെൻറ്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. നമുക്ക് അടുത്തതായിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. മെയിനായിട്ടും 4 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ്, ഓർ, XOR, അതുപോലെ തന്നെ നോട്ട്. സോ ഇവിടെ നോക്കുക, ആൻഡ് എന്തിനാണ്, രണ്ട് $x $y എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ അതിനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും. രണ്ടും എന്താണ്, ട്രൂ ആയി കഴിഞ്ഞാൽ എന്താവുള്ളൂ, ഈ ഒരു മൊത്തത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുള്ളൂ. അതുപോലെ തന്നെ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. അഥവാ either X or Y is true, then the entire statement is true. ഇത് XORൻ്റെ കേസ് ആകുന്ന സമയത്തോ, if either $x or $y is true but not both, ഏതെങ്കിലും ഒന്ന് ട്രൂ, XOR നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, എന്താണ്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആവുക, രണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ എന്തല്ല, മൊത്തം സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ അല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് XOR. ആൻഡ് നോട്ട് എന്താണ്, $x ട്രൂ, ദാറ്റ് മീൻസ് $x ഈസ് നോട്ട് ട്രൂ എന്നുള്ളതാണ്. നോട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്താവുക, നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുക, എന്താണ് നോട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ചിട്ടുള്ളതാവും. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ഫാൾസ് ആവും, ഫാൾസ് ഉള്ളത് ട്രൂ ആവും. സോ ദാറ്റ് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇനി അടുത്തതായിട്ട് സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ്. മെയിനായിട്ടും 2 സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഡോട്ടും ഒന്ന് .= ദാറ്റ് മീൻസ് ഡോട്ട് എന്ന് പറഞ്ഞാൽ കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ. ദാറ്റ് മീൻസ് രണ്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 2 സ്ട്രിങ്സ് ഉണ്ട്, $txt1 ഉണ്ട്, $txt2 ഉണ്ട്. അതിനിടയിൽ നമ്മൾ ഈ കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് കൺകാറ്റനേറ്റ് ചെയ്യും. ഇനി .= എന്ന് പറഞ്ഞാൽ കൺകാറ്റനേഷൻ ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ചെയ്യും. അഥവാ $txt .= .txt2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ നേരത്തെ കണ്ട പോലെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ മീനിങ് എന്താ, $txt1 = $txt1 .txt2. ദാറ്റ് മീൻസ്
txt1 കണ്ടന്റും txt2 കണ്ടന്റും കൺകാറ്റിനേറ്റ് ചെയ്ത റിസൾട്ട് എവിടേക്ക് അസൈൻ ചെയ്യും? txt1 അസൈൻ ചെയ്യും. ദാറ്റ് ഈസ് ദ മീനിങ്. സിമ്പിൾ ആണ്. ദെൻ അടുത്തത് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് എന്താണ്? ഇറ്റ് അലോ evaluation and manipulation of specific bits within a range within an integer. അഥവാ ഇൻറ്റീജേഴ്സിലൊക്കെ നമുക്ക് ഇപ്പം ബിറ്റ് വൈസ് ആയിട്ട് ഇപ്പം നമുക്ക് ആൻഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോർ ഓപ്പറേഷൻ എക്സോർ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇപ്പം 001 ഉണ്ട്, മറ്റൊരു ഇത് 010 ആണ്. സോ രണ്ടിൻ്റെയും ഓരോ ബിറ്റ്സുകളും നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യണം, എക്സോർ ഓപ്പറേഷൻ ചെയ്യണം. സോ അപ്പോൾ എന്ത് ചെയ്യും? 00 ആൻഡ് ചെയ്യും, 00 ഓർ ചെയ്യും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യും അല്ലേ. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് ബിറ്റ് വൈസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, മാനിപ്പുലേഷൻസിനും വാല്യൂഷനും വേണ്ടിയിട്ട് അലോ ചെയ്യുന്ന തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. സോ പല സിറ്റുവേഷനിൽ നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൻ്റെ ആവശ്യം വരും. ചില സമയത്ത് ചില ബിറ്റ്സിനൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ സമയത്ത് നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. നേരത്തെ നമ്മൾ കണ്ടതിനെ പോലെ തന്നെ ആൻഡും ഓറിനും ഒക്കെ എന്തുണ്ടാവും? സിംഗിൾ ആയിട്ട് വരും. മറ്റൊക്കെ ഡബിൾ ആയിരുന്നു അല്ലേ. ഇവിടെ അതിന് പകരം എന്ത് ചെയ്യും? സിംഗിൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ബിറ്റ് വൈസ് ആയി, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആയി. സോ ഇത് ബിറ്റ് വൈസ് ആൻഡ് ആണ്, ഇത് ബിറ്റ് വൈസ് ഓർ ആണ്, ബിറ്റ് വൈസ് എക്സോർ ആണ്, ബിറ്റ് വൈസ് നോട്ട്, ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്. ദാറ്റ് മീൻസ് ഒരു ബിറ്റ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനും, ഷിഫ്റ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇത് ഉപയോഗിക്കും, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇത് ഉപയോഗിക്കും. സോ അതുപോലെ തന്നെ ബിറ്റ് വൈസ് നമുക്കറിയാമല്ലേ, ഇപ്പോൾ 00 എന്നുണ്ട്, അതുപോലെ തന്നെ 10 എന്നുണ്ട്. സോ അതിന് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഫസ്റ്റത്തെ 0യും 1ഉം എന്ത് ചെയ്യും? ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. 01 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ? 0 ആണ് ആൻസർ അല്ലേ. 0 ആണ് ആൻസർ. ദെൻ 00 ഉണ്ട്, 00 ആൻഡ് ചെയ്ത് കഴിഞ്ഞാലും 0 ആണ്. സോ 00 ഈസ് ദ ബിറ്റ് വൈസ് ആൻഡ് റിസൾട്ട് ഓഫ് ദീസ് 2 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ. സോ ഇതാണ് ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ PHPൻ്റെ കേസിൽ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ടാവാം.